ഇന്നലെ മിന്നാന്ന് പെൻഡിങ് ഓർഡർ ഇട്ടിരുന്നു. അതിപ്പോ റണ്ണായി. ഇപ്പൊ ഇന്ന് നോക്കുമ്പോൾ അത് പ്രോഫിറ്റിലാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അതായത് നമുക്ക് കോൺഫിഡൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിരുന്നത് പല യൂട്യൂബ് വീഡിയോസും പല സ്ട്രാറ്റജി പല ഇൻഡിക്കേറ്റേഴ്സും വെച്ച് ചെയ്തിട്ടായിരുന്നു. എങ്ങനെയുണ്ട് കോഴ്സ്? എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയായിട്ട്? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. ഇപ്പോ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് നോക്കിയോ ഷെരീഫായി? ചെയ്യുന്നുണ്ട്. ഡെമോയില് ചെയ്യുന്നുണ്ട്. ഡെമോലും ചെയ്യുന്നുണ്ട്. പിന്നെ ന്യൂസ് ഒന്നും ചെയ്തിരുന്നില്ല. ന്യൂസ് ഇപ്പൊ ചെയ്തിട്ട് കഴിഞ്ഞ ന്യൂസിൽ ഇപ്പൊ പ്രോഫിറ്റ് ആയി. വെരി ഗുഡ്. TMC തന്നെയാണോ യൂസ് ചെയ്തത് ന്യൂസില്? അതെ. ഓക്കെ. പിന്നെ ലൈവ് മാർക്കറ്റിൽ TMC അപ്ലൈ ചെയ്ത് നോക്കിയോ? എങ്ങനെയുണ്ട്? ലൈവ് മാർക്കറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ലൈവ് മാർക്കറ്റിൽ തന്നെ ചെയ്തത് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ തന്നെ മെന്റേഴ്സിന് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഷെരീഫായി? നല്ല സപ്പോർട്ട് തന്നെയാണ്. അടിപൊളി, ഹാപ്പിയാണ്. ഹാപ്പി. ഓക്കെ, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ 50,000 രൂപ കോഴ്സ് കാര്യങ്ങളൊക്കെ വാല്യൂ ഫോർ മണി ആണോ, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ട്. ഇത് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് അനുഭവിച്ച് നമ്മുടെ ആ ഒരു റിസൾട്ട് റിസൾട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ശരിയായി ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണോ അല്ല അതൊരു വാല്യൂ ഫോർ മണി ആണോ? എന്താ നിങ്ങളുടെ ഒരു പൊതുവേ ഒരു അഭിപ്രായം? കാരണം ആൾക്കാർ എപ്പോഴും പൈസ മാത്രം നോക്കും, അതിന്റെ റിസൾട്ട് നോക്കുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളോട് ഞാൻ ചോദിക്കുവാണ്. ഞാൻ കരുതുന്ന പോയി കോഴ്സ് ഫീ ഒരു അക്കൗണ്ട് ഒക്കെ ക്ലിയർ ആയി ഒരു മാസം കൊണ്ട് തന്നെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് പഠിച്ച് ക്ലിയർ ആയി പഠിച്ച് പിന്നെ ബാക്കിയുള്ള എല്ലാം പ്രോഫിറ്റ് ആയി വരുന്നത് അവനവന്റെ പോക്കറ്റിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ശരിഭായി, നമ്മൾക്കിപ്പം ട്രൂസെൻസിന്റെ കോഴ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോറക്സ് ട്രേഡിങ് റിയൽ ആയിട്ട് പഠിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സ്ഥാപനം തപ്പി നടന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ന്യൂ ജോയിനേഴ്സ് ഇവിടെ വരണോ വേണ്ടി അവർക്ക് അറിയില്ല ട്രൂസെൻസിന്റെ ഉള്ളിൽ എന്താ പഠിപ്പിക്കുന്നത്, അല്ലെ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഓക്കെ ആണോ, അല്ല നമ്മൾ ചുമ്മാ ആഡില് വെറുതെ തള്ളുന്നതാണോ എന്നൊക്കെ തോന്നാം. സ്വാഭാവികം. അപ്പോ നമ്മുടെ ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ അവരെടുത്ത് എന്തുകൊണ്ട് ട്രൂസെൻസ് വേണം എന്നുള്ളതിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റുമോ ഷെരീഫായി? ഇപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിരുന്നത് പല യൂട്യൂബ് വീഡിയോസും പല സ്ട്രാറ്റജി പല ഇൻഡിക്കേറ്റേഴ്സും വെച്ച് ചെയ്തിട്ടായിരുന്നു. അപ്പൊ അതൊന്നും ഒരു ക്ലിയർ അല്ല. നമുക്ക് ഒരിക്കലും അത് കണ്ടിന്യൂസ് ആയിട്ട് സക്സസ് ഇല്ല. അങ്ങനെ വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഈ കോഴ്സ് എടുക്കുന്നത്. അതില് ഏകദേശം കോഴ്സ് ബേസിക് മുതൽ അവർ ഓരോ സ്റ്റെപ്പും പറഞ്ഞു തന്നിട്ട് അത് ലാസ്റ്റ് അത് കൺക്ലൂഷനിൽ വരുമ്പോ അത് ക്ലിയർ ആയിട്ട് നമുക്ക് ചാർട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വിന്നിങ് റേറ്റ് ഉണ്ട് കുറച്ച്. അതായത് നമ്മളെ സ്ട്രാറ്റജി വെച്ച് നമ്മളെ ട്രേഡ്സ് കുറവായിരിക്കും, പക്ഷെ ഉള്ള ട്രേഡ്സിന് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആവും. നല്ല ആക്യുറസി കിട്ടുന്നുണ്ട്. അതെ. നമ്മൾ ഫുൾ ടൈം ചാർട്ടിൽ നോക്കി ഇരിക്കേണ്ട, അതായത് എല്ലാവർക്കും പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു ജോലി ചെയ്യുന്നതാണ്, എനിക്ക് ഇന്നതാണ് എന്റെ പ്രൊഫഷൻ, എനിക്ക് ഇത്ര മാത്രം സമയം കിട്ടൂല, അപ്പൊ എനിക്ക് ഫുൾ ടൈം ചാർട്ട് നോക്കി ഇരിക്കേണ്ടി വരും, ഫുൾ ടൈം ഈ ഒരു സ്ക്രീൻ നോക്കി ഇരിക്കേണ്ടി വരും എന്നൊക്കെ ആൾക്കാർക്ക് സംശയമുണ്ട്. അങ്ങനെ വരുന്നുണ്ടോ ഷെരീഫായിക്ക്? ഇല്ല, ഇപ്പൊ പക്ഷെ ഇന്നലെ മിന്നാന്ന് പെൻഡിങ് ഓർഡർ ഇട്ടിരുന്നു. അതിപ്പോ റണ്ണായി. ഇപ്പൊ ഇന്ന് നോക്കുമ്പോ അത് പ്രോഫിറ്റിലാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അതായത് നമുക്ക് കോൺഫിഡൻസ് വരുന്നുണ്ട്. വെരി ഗുഡ്. എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ നോക്കി ഇരിക്കാതെ തന്നെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാല് ഫോറക്സിന്റെ ട്രേഡിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞപ്പോ അതില് ഒരാൾ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന്. അത് നടത്തിയ നിങ്ങൾ പറഞ്ഞത് നടക്കുന്നതാണോ അല്ലയോ എന്നുള്ളത്. കറക്റ്റായി ഫോളോ ചെയ്താൽ നടക്കും. അത്രേ ഉള്ളൂ ബ്രോ, അത്രേ ഉള്ളൂ. ഭയങ്കര സന്തോഷമുണ്ട് ഷെരീഫായി ഇതൊക്കെ കേൾക്കുമ്പോൾ. കാരണം നമ്മൾ ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ്, നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതിനെ വർക്ക്ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കില് നമ്മൾ ത്രൂ വേറൊരാൾക്കും കൂടി അതിന്റെ ആ ഫീല് കിട്ടുക, ആ എക്സ്പീരിയൻസ് കിട്ടുക, ആഹാ അന്തസ്. ടൈം തന്നതിന് ഒരുപാട് നന്ദി. പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, നമ്മളൊക്കെ കട്ടൊക്കെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ താങ്ക് യു സോ മച്ച് ഷെരീഫ് ബ്രോ. അപ്പൊ പിന്നെ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. പിന്നെ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്രോഫിറ്റ് നല്ല രീതിയിൽ വരട്ടെ, നല്ല ലെവലിലൊരു ട്രേഡിംഗ് ആയിട്ട് നല്ലൊരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആക്കുന്ന രീതിയിൽ നമ്മളെ പോലെ മാറുക.
അപ്പോ ആദ്യം തന്നെ നമ്മൾ എടുത്ത് ചാടാൻ നിൽക്കരുത്. മെല്ലെ മെല്ലെ സ്റ്റെപ്പ് വെക്കുക. കൃത്യമായിട്ട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രം മുന്നേറാൻ വേണ്ടി നോക്കുക. ഒരു സ്റ്റെപ്പ് ചാടി കയറാൻ നോക്കുമ്പോഴാണ് നമ്മൾ വീഴുന്നത്. സോ മനസ്സിൽ വെക്കുക, സെറ്റ് ആക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ബ്രോ. താങ്ക് യു. താങ്ക് യു.